Hi friends, welcome to Indo Learning. കേരള PSC ജനറൽ ഇംഗ്ലീഷ് വിഭാഗത്തിൽ നിന്ന് ഒട്ടനവധി ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഒരു സുപ്രധാന ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് സെന്റൻസസ്. ഇതിന്റെ പാർട്ട് 1 കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമുക്ക് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ടൈപ്സ് ഓഫ് സെന്റൻസസ് പരിചയപ്പെടാം. അതിനു മുമ്പ് ഫ്രേസും ക്ലോസും ഒന്ന് നോക്കി തിരിച്ചു വരാം. ഫ്രേസ് വാക്യാംശം. എന്താണ് ഫ്രേസ്? എ ഫ്രേസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. ഫ്രേസ് എന്നത് വാക്കുകളുടെ കൂട്ടമാണ്. ഇൻ ദ മോർണിംഗ് ഫ്രേസിന് എക്സാമ്പിൾ ആണ്. ഇത് വാക്കുകളുടെ കൂട്ടമാണ്. എന്നാൽ ഇറ്റ് ഹാസ് നോ സബ്ജക്റ്റ്. സബ്ജക്റ്റ് ഇല്ല, അതായത് പ്രവൃത്തി ചെയ്യുന്ന ആൾ ഇല്ല. നോ ഫൈനൈറ്റ് വെർബ്. ഫൈനൈറ്റ് വെർബ് എന്നാൽ പൂർണ്ണക്രിയ. നോ ഫൈനൈറ്റ് വെർബ്, പൂർണ്ണക്രിയ ഇല്ല അഥവാ വെർബ് ഇല്ല. നോ കംപ്ലീറ്റ് മീനിങ്, പൂർണ്ണ അർത്ഥമില്ല. നോക്കൂ, ഇൻ ദ മോർണിംഗ് എന്ന ഫ്രേസിൽ സബ്ജക്റ്റ് ഇല്ല, വെർബില്ല, പൂർണ്ണ അർത്ഥമില്ല. രാവിലെ എന്നാണ് അർത്ഥം. എക്സാമ്പിൾ നോക്കൂ, ഇവയെല്ലാം ഫ്രേസുകളാണ്. എ കപ്പ് ഓഫ് ടീ, ഓൺ ദ ടേബിൾ, ദ ലിറ്റിൽ ബോയ്, ബൈ ദി ഡോർ, ഇൻ എ ഫ്യൂ മിനിറ്റ്സ്, ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ, എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്, വിത്ത് എ സ്മൈൽ. ഇവയ്ക്കൊന്നും സബ്ജക്റ്റുമില്ല, വെർബുമില്ല, പൂർണ്ണ അർത്ഥവുമില്ല. ഇത്തരം ഗ്രൂപ്പ്സ് ഓഫ് വേർഡ്സ് ആണ് ഫ്രേസ്. നെക്സ്റ്റ്, ക്ലോസ്. ക്ലോസ് എന്നാൽ ഉപവാക്യം. എ ക്ലോസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിത്ത് എ സബ്ജക്റ്റ് ആൻഡ് വെർബ്. സബ്ജക്റ്റും വെർബുമുള്ള വാക്കുകളുടെ കൂട്ടമാണ് ക്ലോസ്. അപ്പോൾ ഫ്രേസും ക്ലോസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? യെസ്, ഫ്രേസ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിതൗട്ട് സബ്ജക്റ്റ്, വെർബ് ആൻഡ് കംപ്ലീറ്റ് മീനിങ്. സബ്ജക്റ്റും വെർബും പൂർണ്ണ അർത്ഥവുമില്ലാത്ത വാക്കുകളുടെ കൂട്ടമാണ് ഫ്രേസ്. ക്ലോസ് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിത്ത് എ സബ്ജക്റ്റ് ആൻഡ് വെർബ്. സബ്ജക്റ്റും വെർബും ഉള്ള വാക്കുകളുടെ കൂട്ടമാണ് ക്ലോസ്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് ഈ സെന്റൻസിനെ ഒന്ന് നോക്കാം. When the rain stopped, we went out. ഇത് ഒരു ലോങ് സെന്റൻസ് ആണ്. നമുക്കിതിനെ രണ്ടായി ഡിവൈഡ് ചെയ്യാം. നോക്കൂ, when the rain stopped ഫസ്റ്റ് പാർട്ട്, we went out സെക്കൻഡ് പാർട്ട്. ഇതിലെ ആദ്യ ഭാഗം നോക്കൂ. when the rain stopped, the rain സബ്ജക്റ്റ്, stopped വെർബ്. ഈ പാർട്ടിൽ സബ്ജക്റ്റുമുണ്ട്, വെർബുമുണ്ട്. എന്നാൽ അർത്ഥം നോക്കൂ, when the rain stopped, മഴ നിന്നപ്പോൾ. അർത്ഥം പൂർത്തിയായില്ല. സെക്കൻഡ് പാർട്ട് നോക്കൂ, we went out, we സബ്ജക്റ്റ്, went വെർബ്. ഇതിനും സബ്ജക്റ്റും വെർബുമുണ്ട്. അർത്ഥം നോക്കൂ, we went out, ഞങ്ങൾ പുറത്തേക്ക് പോയി. അർത്ഥം പൂർത്തിയാണല്ലോ. ഈ രണ്ട് ഭാഗവും സബ്ജക്റ്റും വെർബും ഉള്ള വാക്കുകളുടെ കൂട്ടമാണ്. എന്നാൽ പൂർണ്ണ അർത്ഥമുള്ള ഭാഗവുമുണ്ട്, പൂർണ്ണ അർത്ഥമില്ലാത്ത ഭാഗവുമുണ്ട്. ഇതിൽ നിന്നും ഒരു കാര്യം സുവ്യക്തം. ദാറ്റ് ഈസ് ക്ലോസ് ടു ടൈപ്സ്. ക്ലോസ് രണ്ട് തരത്തിലുണ്ട്. അതായത് മെയിൻ ക്ലോസ്, പൂർണ്ണ അർത്ഥമുള്ള ക്ലോസ്. വി വെന്റ് ഔട്ട് എന്നത് പൂർണ്ണ അർത്ഥമുള്ള മെയിൻ ക്ലോസ് ആണ്. എന്നാൽ രണ്ടാമത്തെ ടൈപ്പ് നോക്കൂ, സബോർഡിനേറ്റ് ക്ലോസ്, പൂർണ്ണ അർത്ഥമില്ലാത്ത ക്ലോസ്. അതായത് when the rain stopped, മഴ പെയ്തപ്പോൾ. അർത്ഥം പൂർത്തീകരിച്ചില്ല. മെയിൻ ക്ലോസിന് പ്രിൻസിപ്പൽ ക്ലോസ് എന്നും ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്നും മറ്റ് രണ്ട് പേരുകൾ കൂടി ഉണ്ട്. ഇൻഡിപെൻഡന്റ് ക്ലോസ്
ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്നാൽ ആശ്രയിക്കാത്ത ക്ലോസ്, അതായത് സ്വന്തമായി നിൽക്കാൻ കഴിയുന്ന ക്ലോസ്. രണ്ടാമത്തെ ഭാഗത്തിലോ ഡിപെൻഡന്റ് ക്ലോസ്, ആശ്രയിച്ച് നിൽക്കുന്ന, അതായത് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയാത്ത ക്ലോസ്. ബി വെന്റ് ഔട്ട് ഇല്ല എങ്കിൽ വെന്റ് റെയിൻ സ്റ്റോപ്പ്ഡ് എന്ന ക്ലോസിന് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുമോ? ഇല്ല. അതായത് മെയിൻ ക്ലോസ് ആയ ബി വെന്റ് ഔട്ടിനെ ആശ്രയിച്ചിട്ടാണ് വെന്റ് റെയിൻ സ്റ്റോപ്പ്ഡ് എന്ന ക്ലോസ് നിലനിൽക്കുന്നത്. അപ്പൊ അത്തരം ക്ലോസുകളെ നമ്മൾ എന്താണ് പറയാ? ഡിപെൻഡന്റ് ക്ലോസ്. നെക്സ്റ്റ് പ്രിൻസിപ്പൽ ക്ലോസ്, പ്രധാന ക്ലോസ്. ഇവിടെ സെക്കൻഡറി ക്ലോസ്, അനുബന്ധ ക്ലോസ്. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് മെയിൻ ക്ലോസ് എന്നും സബോർഡിനേറ്റ് ക്ലോസും എന്നും മെമ്മറിയിൽ വെക്കുക. ഇനി മെയിൻ ക്ലോസിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്റ്റാൻഡ്സ് എലോൺ, തനിച്ച് നിൽക്കാൻ, ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുന്ന ക്ലോസ്. എന്നാൽ സബോർഡിനേറ്റ് ക്ലോസോ കാണ്ട് സ്റ്റാൻഡ് എലോൺ, ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയാത്ത ക്ലോസ്. മേക്ക് എ കംപ്ലീറ്റ് സെൻസ്, പൂർണ്ണ അർത്ഥമുണ്ടാക്കാൻ കഴിയുന്ന ക്ലോസ്. എന്നാൽ സബോർഡിനേറ്റ് ക്ലോസോ ഡസന്റ് മേക്ക് എ കംപ്ലീറ്റ് സെൻസ് ബൈ ഇറ്റ്സെൽഫ്, സ്വന്തം പൂർണ്ണ അർത്ഥം ഉണ്ടാക്കാൻ കഴിയാത്ത ക്ലോസ്. മെയിൻ ക്ലോസ് ഹാസ് എ സബ്ജക്റ്റ് ആൻഡ് വെർബ്, മെയിൻ ക്ലോസിൽ സബ്ജക്റ്റുമുണ്ട് വെർബുമുണ്ട്. അതേപോലെ സബോർഡിനേറ്റ് ക്ലോസിലും ഹാസ് എ സബ്ജക്റ്റ് ആൻഡ് വെർബ്, സബ്ജക്റ്റും വെർബുമുണ്ട്. സബോർഡിനേറ്റ് ക്ലോസ് ബിഗിൻസ് വിത്ത് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. സബോർഡിനേറ്റ് ക്ലോസ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷനെ കൊണ്ടാണ് തുടങ്ങാറുള്ളത്. അതായത് വെന്, വൈൽ, ഏസ്, ബിക്കോസ്, ഈഫ്, അൺലെസ് തുടങ്ങിയ, ബിക്കോസ് തുടങ്ങിയ സബോർഡിനേറ്റിംഗ് കൺജങ്ഷനെ കൊണ്ടാണ് തുടങ്ങാറുള്ളത്. ഡിപ്പെൻസ് മെയിൻ ക്ലോസ് പ്രധാന ക്ലോസിനെ ആശ്രയിച്ചു നിൽക്കുന്നു. അപ്പോൾ മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് ഓരോന്നും ഉദാഹരണം നോക്കാം. നോക്കൂ, ഐ വെന്റ് ടു ദി സ്റ്റോർ. ഇവിടെ ഐ എന്ന സബ്ജക്റ്റ് ഉണ്ട്, വെന്റ് എന്ന വെർബുണ്ട്, ഒരു കൂട്ടം വാക്കുകളുണ്ട്. ഐ വെന്റ് ടു ദി സ്റ്റോർ, ഞാൻ സ്റ്റോറിലേക്ക് പോയി. പൂർണ്ണ അർത്ഥമുണ്ടല്ലോ. അപ്പോൾ ഇതെന്താണ്? മെയിൻ ക്ലോസ് ആണ്. നോക്കൂ, ബിക്കോസ് ഐ നീഡഡ് വെജിറ്റബിൾസ്. ഇവിടെ ഐ എന്ന സബ്ജക്റ്റ് ഉണ്ട്, നീഡഡ് എന്ന വെർബുണ്ട്. ബിക്കോസ് ഐ നീഡഡ് വെജിറ്റബിൾസ്, കാരണം എനിക്ക് വെജിറ്റബിൾസ് ആവശ്യമായിരുന്നു. ഈ സെന്റൻസിന് അർത്ഥം പൂർത്തിയായോ? ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ ഇതെന്താണ്? സബോർഡിനേറ്റ് ക്ലോസ് ആണ്. സബോർഡിനേറ്റിംഗ് കൺജങ്ഷനായ ബിക്കോസിലാണ് തുടങ്ങിയത്. നോക്കൂ, ഷീ എയ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഷീ എന്ന സബ്ജക്റ്റ് ഉണ്ട്, എയ്റ്റ് എന്ന വെർബുണ്ട്. ഷീ എയ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്, അവൾ ഭക്ഷണം കഴിച്ചു. പൂർണ്ണാർത്ഥം. ഈ ഭാഗത്ത് നോക്കൂ, വെൻ ഷീ വോക്കപ്പ്, അവൾ ഉണർന്നപ്പോൾ. അവൾ ഉണർന്നപ്പോൾ എന്നതിന് പൂർണ്ണാർത്ഥമുണ്ടോ? ഇല്ല. ഷീ എയ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് വെൻ ഷീ വോക്കപ്പ്. അപ്പോൾ ഇത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. ഷീ വിൽ കം, അവൾ വരും. ഇഫ് യു കോൾ ഹെർ, നീ അവളെ വിളിക്കുകയാണെങ്കിൽ. നീ അവളെ വിളിക്കുകയാണെങ്കിൽ എന്നതിന് പൂർണ്ണാർത്ഥമുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് സബോർഡിനേറ്റ് ക്ലോസ്, അവൾ വരും എന്നത് മെയിൻ ക്ലോസ്. അപ്പോൾ മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി കാണുമല്ലോ. ക്ലോസും ഫേസും നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി സെന്റൻസ് ബൈ സ്ട്രക്ചർ. സെന്റൻസ് ബൈ സ്ട്രക്ചർ 4 ടൈപ്പ്, 4 തരങ്ങളാണ് ഉള്ളത്. ഇവ സെന്റൻസിന്റെ ഘടനയെ അടിസ്ഥാനമാക്കിയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സിമ്പിൾ സെന്റൻസ്, കോമ്പൗണ്ട് സെന്റൻസ്, കോംപ്ലക്സ് സെന്റൻസ്, കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ്. ഇതിൽ ആദ്യത്തെ 3 വളരെ പ്രധാനപ്പെട്ടതാണ്. ഫസ്റ്റ് വൺ, സിമ്പിൾ സെന്റൻസ്. സിമ്പിൾ എന്നാൽ പേരിലെ അർത്ഥം ലളിതം. സിമ്പിൾ സെന്റൻസ് ലളിതമായ വാക്യം. അതായത് ഈ 4 സെന്റൻസുകളിൽ ഏറ്റവും ലളിതമായ സെന്റൻസ്. ഇതിൽ 1 മെയിൻ ക്ലോസ്,
ഒരു മെയിൻ കോസ് മാത്രമേ ഉണ്ടായിരിക്കൂ. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, ഒരു വെർബ് ഉണ്ടായിരിക്കും. ഒരു സബ്ജക്റ്റും ഒരു വെർബും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. നോ കൺജങ്ഷൻ. കൺജങ്ഷൻ മീൻസ് കണക്ടിങ് വേർഡ്സ്, ജോയിനിങ് വേർഡ്സ്. ജോയിനിങ് വേർഡ്സ് ഉണ്ടാവില്ല. അതായത് എന്തോ, ബട്ടോ, ഓറോ, എറ്റോ, ഈഫോ, വെന്നോ, ബിക്കോസോ, ഏസോ, സോവോ ഒന്നും ഉണ്ടാവില്ല. ഒരു സിമ്പിൾ സെന്റൻസിനെ സിമ്പിളായി ഇങ്ങനെ ഓർത്തുവെക്കാം: ഒരു സബ്ജക്റ്റും ഒരു വെർബും മാത്രമുള്ള സെന്റൻസ്. അതായത് ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റോ വെർബോ ഉണ്ടാവില്ല. എക്സാമ്പിൾ നോക്കൂ. രവി ഈറ്റ്സ് ബനാന. ഇത് നോക്കൂ, രവി സബ്ജക്റ്റ്, ഈറ്റ്സ് വെർബ്. ഈ സെന്റൻസ് സിമ്പിൾ സെന്റൻസ് ആണ്. കാരണം ഇതിൽ ഒരു സബ്ജക്റ്റും ഒരു വെർബും മാത്രമേ ഉള്ളൂ. അത്തരം സെന്റൻസിനെയാണ് നമ്മൾ സിമ്പിൾ സെന്റൻസ് എന്ന് പറയാറുള്ളത്. എന്നാൽ സിമ്പിൾ സെന്റൻസ് ചിലപ്പോൾ കുറച്ച് ലോങ് ആയും വരും. നോക്കൂ, ഇഫ് എ സെന്റൻസ് സ്റ്റാർട്ട്സ് വിത്ത്. ഒരു സെന്റൻസ് തുടങ്ങുകയാണെങ്കിൽ ആരെ കൊണ്ടൊക്കെ? ബീയിങ്ങിലോ, ഹാവിങ്ങിലോ, ഡിസ്പൈറ്റിലോ, ഇൻസ്പൈറ്റ് ഓഫിലോ, ING വെർബിലോ തുടങ്ങുകയാണെങ്കിൽ അത് സാധാരണയായി സിമ്പിൾ സെന്റൻസ് ആയിരിക്കും. ഇവ ഒരു ഫ്രേസ് ആയിട്ടാണ് തുടങ്ങാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ നോ സബ്ജക്റ്റ് ഉണ്ടാവില്ല, വെർബ് പെയർ വെർബും ഉണ്ടാവില്ല. ഫ്രേസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. ഇനി സെന്റൻസിൽ ടു എന്ന പ്രയോഗം ഉണ്ടെങ്കിൽ ആ സെന്റൻസും സിമ്പിൾ സെന്റൻസ് ആയിരിക്കും. നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഈ സെന്റൻസ് നോക്കൂ. ബീയിൽ തുടങ്ങി ഷീ എന്ന ഒരേ ഒരു സബ്ജക്റ്റും സ്റ്റേയ്ഡ് എന്ന ഒരു വെർബും. ബീയിങ്ങിൽ തുടങ്ങി ഷീ എന്ന ഒരു സബ്ജക്റ്റ്, സ്റ്റേയ്ഡ് എന്ന വെർബും. അപ്പോൾ ഈ സെന്റൻസ് എന്താണ്? സിമ്പിൾ സെന്റൻസ് ആണ്. ഇനി സെന്റൻസ് ഹാവിങ്ങിൽ തുടങ്ങിയാൽ ഈ പാർട്ടിൽ സബ്ജക്റ്റ് ഇല്ല, വെർബില്ല. നോക്കൂ, അടുത്ത പാർട്ടിൽ ഹി എന്ന സബ്ജക്റ്റ്, വോക്ക്ഡ് എന്ന വെർബ്. ഒരു സബ്ജക്റ്റും ഒരു വെർബും മാത്രം. നോക്കൂ, ഡിസ്പൈറ്റ് സെന്റൻസ് തുടങ്ങി ഈ പാർട്ടിൽ സബ്ജക്റ്റോ വെർബോ ഇല്ല. ഷീ എന്ന സബ്ജക്റ്റ്, സ്ലപ്റ്റ് എന്ന വെർബ്. അപ്പോൾ ഇതും എന്താണ്? സിമ്പിൾ സെന്റൻസ് ആണ്. ഇൻസ്പൈറ്റ് ഓഫ് തുടങ്ങി ഈ ഭാഗത്ത് സബ്ജക്റ്റ് ഇല്ല, വെർബില്ല. നോക്കൂ, ഷീ എന്ന സബ്ജക്റ്റും സ്മൈൽഡ് എന്ന വെർബും. ഈ സെന്റൻസിൽ ഒരേ ഒരു സബ്ജക്റ്റും ഒരേ ഒരു വെർബും മാത്രമേ ഉള്ളൂ. ING വെർബിൽ തുടങ്ങി ഡാൻസിങ് വിത്ത് ഫ്രണ്ട്സ്, ഇതാണ് ഇതിലെ സബ്ജക്റ്റ്. സുഹൃത്തുക്കളുടെ കൂടെ നൃത്തം ചെയ്യുന്നത് എന്നാണ് അർത്ഥം. ഈസ് വെർബും. അപ്പോൾ ഇവിടെയും ഒരു സബ്ജക്റ്റും വെർബും മാത്രമേ ഉള്ളൂ. ഇവിടെ സെന്റൻസിൽ ടു എന്ന പ്രയോഗമുണ്ടായി. അപ്പോൾ ഇവിടെയും രാമു എന്ന സബ്ജക്റ്റും ഈസ് എന്ന വെർബും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരം സെന്റൻസും എന്താണ്? സിമ്പിൾ സെന്റൻസിന് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് ആരാണ്? കോമ്പൗണ്ട് സെന്റൻസ്. കോമ്പൗണ്ടിന്റെ മലയാള അർത്ഥം കൂടിച്ചേർന്ന എന്നാണ്. ആരൊക്കെയാണ് ഇതിൽ കൂടിച്ചേർന്നത്? യെസ്, രണ്ട് സിമ്പിൾ സെന്റൻസ്. അതായത് സിമ്പിൾ പ്ലസ് സിമ്പിൾ ഈസ് ഈക്വൽ ടു കോമ്പൗണ്ട് സെന്റൻസ്. സിമ്പിൾ സെന്റൻസിൽ എത്ര ക്ലോസ് ആണുള്ളത്? യെസ്, 1 മെയിൻ ക്ലോസ്. കോമ്പൗണ്ട് സെന്റൻസിലോ 2 or more മെയിൻ ക്ലോസസ്. രണ്ടോ അതിലധികമോ മെയിൻ ക്ലോസസ്. അപ്പോൾ രണ്ടോ അതിലധികമോ സിമ്പിൾ സെന്റൻസ് കൂടിച്ചേർന്നാൽ അത് കോമ്പൗണ്ട് സെന്റൻസ് ആയി മാറും. ഈ രണ്ട് സെന്റൻസുകളെയും കണക്ട് ചെയ്യുന്നത് ആരാണ്? യെസ്, ജോയിൻഡ് ബൈ കോഓർഡിനേറ്റിംഗ് കൺജങ്ഷൻ. കോഓർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ് ഈ രണ്ട് സിമ്പിൾ സെന്റൻസിനെ അഥവാ രണ്ടിലേറെ സിമ്പിൾ സെന്റൻസിനെ കണക്ട് ചെയ്യുന്നത്. അവരാണ് ഫാൻ ബോയ്സ്. അവരാരാണ്? ഫാൻ ബോയ്സ്. ഇത് ഫാൻ ബോയ്സ് എന്നത് ഒറ്റ വാക്കാണെങ്കിലും 7 കൺജങ്ഷൻസ് ആണ്. ആരൊക്കെയാണ് 7 കൺജങ്ഷൻസ്? F for A and, N nor, B but, O or, Y yet, S
സോ ഈ 7 കൺജങ്ഷനിൽ ഏതെങ്കിലും ഒന്ന് 2 സിമ്പിൾ സെന്റൻസിനെ കൂട്ടിച്ചേർത്താൽ അത് കോമ്പൗണ്ട് സെന്റൻസ് ആയി മാറും. അതായത് ഈ ഒരു കൺജങ്ഷൻ മാത്രം ഒരു സെന്റൻസിൽ കണ്ടാൽ അത് കോമ്പൗണ്ട് സെന്റൻസ് ആയിരിക്കും. എക്സാമ്പിൾ നോക്കൂ. രവി ഈറ്റ്സ് ബനാന. ഇവിടെ ഫാൻ വോയിസിലുള്ള ആരുണ്ട്? ആൻഡ്. മായ ഈറ്റ്സ് റൈസ്. രവി ഈറ്റ്സ് ബനാന എന്ന് പറയുന്ന ഭാഗത്ത് രവി എന്ന ഒരു സബ്ജക്റ്റും ഈറ്റ്സ് എന്ന ഒരു വെർബുമാണുള്ളത്. ഇവിടെ മായ ഈറ്റ്സ് റൈസ്, ഇതിൽ മായ എന്ന ഒരു സബ്ജക്റ്റും ഈറ്റ്സ് എന്ന ഒരു വെർബുമാണുള്ളത്. അപ്പോൾ 2 സിമ്പിൾ സെന്റൻസിനെ ആൻഡ് എന്ന കോർഡിനേഷൻ കൺജങ്ഷനെ കൊണ്ട് കൂട്ടിയോജിപ്പിച്ചു. ഇവിടെ നമുക്ക് സിമ്പിൾ ആയി തിരിച്ചറിയാം ഇത് കോമ്പൗണ്ട് സെന്റൻസ് ആണ്. ഇവയെല്ലാം കോമ്പൗണ്ട് സെന്റൻസിന് എക്സാമ്പിൾസ് ആണ്. നമുക്ക് ആദ്യം ഫാൻ വോയിസിലുള്ള ഫോർ എന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ചുള്ള സെന്റൻസ് നോക്കാം. ഹി ഡിഡ്ന്റ് ഈറ്റ് ഫോർ ഹി ഹാഡ് സ്റ്റൊമാക്ക് ഏക്ക്. ഇവിടെ സബ്ജക്റ്റും വെർബുമുള്ള ഒരു മെയിൻ ക്ലോസ് ഉണ്ട്. ഹി ഹാഡ് സ്റ്റൊമാക്ക് ഏക്ക് എന്ന ഇവിടെയും സബ്ജക്റ്റും വെർബുമുള്ള ഒരു മെയിൻ ക്ലോസ് ഉണ്ട്. ഹി സബ്ജക്റ്റ് ആണ്, ഹാഡ് വെർബാണ്. ഇവിടെയും ഒരു മെയിൻ ക്ലോസ്. 2 മെയിൻ ക്ലോസുകളെയും ഫോർ എന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുന്നു, യോജിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവ എന്താണ്? കോമ്പൗണ്ട് സെന്റൻസിന് എക്സാമ്പിൾ ആണ്. നോക്കൂ. ഐ ആം സേവിംഗ് മണി ഫോർ ഐ വാണ്ട് ടു ബൈ എ ന്യൂ ഫോൺ. ഇവിടെ ഐ ആം സേവിംഗ് മണി എന്ന ഒരു മെയിൻ ക്ലോസ് ഉണ്ട്. ഐ വാണ്ട് ടു ബൈ എ ന്യൂ ഫോൺ എന്ന മറ്റൊരു മെയിൻ ക്ലോസും ഉണ്ട്. 2 മെയിൻ ക്ലോസുകളെ ഫോർ എന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നു. അതായത് 2 മെയിൻ ക്ലോസുകളെ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച് കണക്ട് ചെയ്താൽ അത് കോമ്പൗണ്ട് സെന്റൻസ് ആണ്. നോക്കൂ. അടുത്തത് ഫാൻ വോയിസിലെ ആൻഡ് എന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷനെ കൊണ്ട് യോജിപ്പിച്ചിട്ടുള്ള ഒരു സെന്റൻസ് നമുക്ക് നോക്കാം. ഹി ലൈക്സ് ജ്യൂസ് ആൻഡ് ഹി ലവ്സ് ഐസ്ക്രീം. ഹി ലൈക്സ് ജ്യൂസ് എന്നത് ഒരു മെയിൻ ക്ലോസ് ആണ്. ഹി ലവ്സ് ഐസ്ക്രീം എന്നതും ഒരു മെയിൻ ക്ലോസ് ആണ്. 2 മെയിൻ ക്ലോസുകളെ ആൻഡ് എന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഇതും എന്താണ്? കോമ്പൗണ്ട് സെന്റൻസിന്റെ എക്സാമ്പിൾ ആണ്. വീഡിയോവിന്റെ ലെങ്ത് കൂടിപ്പോകുന്നത് കൊണ്ട് നമുക്ക് എല്ലാ എക്സാമ്പിളും പറയാൻ സമയമില്ല. കൂട്ടുകാർ ഈ എക്സാമ്പിൾസ് എല്ലാം ഒന്ന് ചെയ്ത് പരിചയപ്പെടണം. ഈ കോഓർഡിനേറ്റിംഗ് കൺജങ്ഷൻ നന്നായി പഠിച്ചു വെക്കണം. നെക്സ്റ്റ്, കോംപ്ലക്സ് സെന്റൻസ്. കോംപ്ലക്സ് സെന്റൻസ് ഈസ് ഈക്വൽ ടു 1 മെയിൻ ക്ലോസ് പ്ലസ് 1 or more സബോർഡിനേറ്റ് ക്ലോസസ്. ഒരു പൂർണ്ണ അർത്ഥമുള്ള ക്ലോസും ഒന്നോ അതിലധികമോ പൂർണ്ണ അർത്ഥമില്ലാത്ത ക്ലോസും ചേർന്നാൽ കോംപ്ലക്സ് സെന്റൻസ്. കോമ്പൗണ്ട് സെന്റൻസിനെ ജോയിൻ ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നത് ഫാൻ വോയിസ് ആണെങ്കിൽ കോംപ്ലക്സ് സെന്റൻസിനെ കണക്ട് ചെയ്യുന്നത് ആരാണ്? ജോയിൻഡ് ബൈ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. ആരാണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്? യെസ്, വെന്നും വൈലും വെന്നെവറും വേറും ബിഫോറും ആഫ്റ്ററും ദാറ്റും ആസ് സൂൺ ആസും അണ്ടിലും ബിക്കോസും സിൻസും ആസും ഈഫും അൺലസും തുടങ്ങിയവയാണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. എല്ലാവരും ഈ 2 കൺജങ്ഷനും, അതായത് കോഓർഡിനേറ്റിംഗ് കൺജങ്ഷനും സബോർഡിനേറ്റിംഗ് കൺജങ്ഷനും നന്നായി മെമ്മറിയിൽ കീപ്പ് ചെയ്യണം. നോക്കൂ, നമുക്ക് എക്സാമ്പിളിലേക്ക് പോകാം. രവി ഈറ്റ്സ് ബനാന. രവി എന്ന സബ്ജക്ട്, ഈറ്റ്സ് എന്ന വെർബ്. രവി ഈറ്റ്സ് ബനാന. രവി ബനാന കഴിക്കുന്നു. ഈ ഭാഗത്തിന് പൂർണ്ണ അർത്ഥമുണ്ട്. ബിക്കോസ് ഹി ഈസ് ഹംഗ്രി. അവന് വിശപ്പു കാരണം. പൂർണ്ണ അർത്ഥമില്ലല്ലോ. അപ്പോൾ ഇവിടെ ഹി എന്ന സബ്ജക്റ്റ് ഉണ്ട്, ഈസ് എന്ന വെർബ് ഉണ്ട്. ഇവിടെ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആയ ആരുണ്ട്? ബിക്കോസ് ഉണ്ട്. അപ്പോൾ
ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റിംഗ് ക്ലോസും കൂടി ചേർന്നാൽ കോംപ്ലക്സ് സെന്റൻസ് ആയി മാറുന്നു. We can see more examples because subordinating conjunction ആണ്. I stayed home because it was raining heavily. I stayed home മെയിൻ ക്ലോസ് ആണ്, പൂർണ്ണ അർത്ഥമുള്ള ഭാഗമാണ്. നോക്കൂ, because it was raining heavily ഇതെന്താണ്? സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അപ്പോൾ ഒരു സെന്റൻസിൽ ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? കോംപ്ലക്സ് സെന്റൻസ് ആയിരിക്കും. നോക്കൂ, അടുത്ത സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഓൾഡോ. ഓൾഡോ ഇറ്റ് ലുക്ക്ഡ് ഈസി ദ പസിൽ ടുക്ക് ഹവേഴ്സ് ടു സോൾവ്. ഒരു ക്ലോസ് ഓൾഡോവിൽ തുടങ്ങിയാൽ അത് സബോർഡിനേറ്റ് ക്ലോസ് ആയിരിക്കും. ഇവിടെ ഒരു സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ട്. ദ പസിൽ ടുക്ക് അവേഴ്സ് ടു സോൾവ് ഇത് മെയിൻ ക്ലോസ് ആണ്. ദ പസിൽ എന്നത് സബ്ജക്റ്റും ടുക്ക് എന്നത് വെർബുമാണ്. ഇതിൽ പൂർണ്ണ അർത്ഥമുണ്ട്. അപ്പോൾ ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും ചേർന്നാൽ കോംപ്ലക്സ് സെന്റൻസ് ആയി മാറും. ഈ ഓരോന്നും കൂട്ടുകാർ ശ്രദ്ധിക്കുമല്ലോ. നെക്സ്റ്റ് വൺ, കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ്. പേരിലെ അർത്ഥം കോമ്പൗണ്ടും കോംപ്ലക്സും ചേർന്ന സെന്റൻസ്. ദാറ്റ് മീൻസ് കോമ്പൗണ്ട് പ്ലസ് കോംപ്ലക്സ്. എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ടു ഓർ മോർ മെയിൻ ക്ലോസസ്. കോമ്പൗണ്ട് സെന്റൻസിന്റെ പ്രത്യേകത എന്തായിരുന്നു? ടു ഓർ മോർ മെയിൻ ക്ലോസസ്. അപ്പോൾ ഒരു കോമ്പൗണ്ട് ചേർന്നു. പിന്നീട് വൺ ഓർ മോർ സബോർഡിനേറ്റ് ക്ലോസസ്. സബോർഡിനേറ്റ് ക്ലോസസ് ഉള്ളത് ആരിലാണ്? യെസ്, കോംപ്ലക്സ് സെന്റൻസിലാണ്. അപ്പോൾ രണ്ടോ അതിലധികമോ മെയിൻ ക്ലോസുകളും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസസും ഉണ്ടെങ്കിൽ അതാരാണ്? കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് ആണ്. അതായത് കോമ്പിനേഷൻ ഓഫ് കോമ്പൗണ്ട് ആൻഡ് കോംപ്ലക്സ് സെന്റൻസ്. കോമ്പൗണ്ട് സെന്റൻസിന്റെയും കോംപ്ലക്സ് സെന്റൻസിന്റെയും കോമ്പിനേഷൻ ആണ് കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ്. ഇതിൽ ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷനും ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷനും എപ്പോഴും ഉണ്ടായിരിക്കും. കോർഡിനേറ്റിംഗ് കൺജങ്ഷനും ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷനും ഉണ്ടെങ്കിൽ ആ സെന്റൻസ് കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് ആയിരിക്കും. നമുക്ക് എക്സാമ്പിളിലേക്ക് പോകാം. രവി ഈറ്റ്സ് ബനാന, വൺ മെയിൻ ക്ലോസ്. മായ ഈറ്റ്സ് റൈസ്, അനദർ മെയിൻ ക്ലോസ്. ഈ രണ്ട് മെയിൻ ക്ലോസിനെയും കോഓർഡിനേറ്റിംഗ് കൺജങ്ഷനായ ആൻഡിനെ കൊണ്ട് ജോയിൻ ചെയ്തു. അപ്പോൾ ഇവിടെ രണ്ട് മെയിൻ ക്ലോസുകൾ ലഭിച്ചു. ബിക്കോസ് ദേ ആർ ഹംഗ്രി എന്നത് എന്താണ്? ബിക്കോസ് എന്ന സബോർഡിനേറ്റിംഗ് കൺജങ്ഷനിൽ തുടങ്ങിയാൽ അത് ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അപ്പോൾ രണ്ടോ അതിലധികമോ മെയിൻ ക്ലോസുകളും ഒന്നോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസും ചേർന്നാൽ അതെന്തായി മാറും? അത് കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് ആയി മാറും. വി ക്യാൻ സീ മോർ എക്സാമ്പിൾസ്. നോക്കൂ, കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ്. ഒരു ക്ലോസ് വൈലിൽ തുടങ്ങിയാൽ നമുക്ക് നിസ്സംശയം പറയാം അത് ഒരു സബോർഡിനേറ്റ് ക്ലോസ് ആയിരിക്കും. മൈ ഫ്രണ്ട് വാസ് വാച്ചിങ് TV ആൻഡ് ഹെർ ബ്രദർ വാസ് പ്ലേയിങ് ക്രിക്കറ്റ്. മൈ ഫ്രണ്ട് വാസ് വാച്ചിങ് TV എന്നത് പൂർണ്ണ അർത്ഥമുള്ള ഭാഗമായതുകൊണ്ട് അതെന്താണ്? മെയിൻ ക്ലോസ് ആണ്. ഈ ഒരു മെയിൻ ക്ലോസും ഹെർ ബ്രദർ വാസ് പ്ലേയിങ് ക്രിക്കറ്റ് എന്നത് മറ്റൊരു മെയിൻ ക്ലോസ് ആണ്. ഈ രണ്ട് മെയിൻ ക്ലോസിനെയും ആൻഡ് എന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷനെ കൊണ്ട് കൂട്ടിയോജിപ്പിച്ചു. അപ്പോൾ ഇതെന്തായി മാറി? കോമ്പൗണ്ട് സെന്റൻസ് ആയി മാറി. ഇവിടെ ഒരു കോമ്പൗണ്ട് സെന്റൻസും ഒരു സബോർഡിനേറ്റ് ക്ലോസും കൂടിച്ചേർന്നിരിക്കുന്നു. അതായത് അതെന്താണ്? ഒരു കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് ആണ്. അപ്പോൾ ഈ എക്സാമ്പിൾ എല്ലാം ഒന്ന് നോക്കൂ. നമുക്ക് ഈ 4 സെന്റൻസിനെയും എളുപ്പത്തിൽ തിരിച്ചറിയാൻ സിമ്പിൾ സെന്റൻസിൽ കൺജങ്ഷൻ ഉണ്ടാവില്ല. കോമ്പൗണ്ട് സെന്റൻസിൽ
ഒരു കോഓർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉണ്ടാവും. കോംപ്ലക്സ് സെന്റൻസിൽ ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉണ്ടാവും. കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസിൽ ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷനും ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷനും ഉണ്ടാകും. അങ്ങനെ നമുക്ക് ഈ 4 സെന്റൻസിനെയും എളുപ്പത്തിൽ തിരിച്ചറിയാം. താങ്ക്സ് ഫോർ വാച്ചിങ്. See you in the next class.